ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് ബാലരാമപുരം കൈത്തറി ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ. ബാലരാമപുരം തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഗ്രാമമാണ്. 18ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാവായ ധർമ്മരാജയുടെ കാലത്ത് കൈത്തറി തൊഴിൽ ഇവിടെ വളർന്നു വന്നു. രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം തമിഴ്നാട്ടിലെ നെയ്ത്തുകാർ ഇവിടെ എത്തി താമസിക്കുകയും അവരുടെ നെയ്ത്തുകല കേരളത്തിൻ്റെ സ്വന്തം ശൈലിയിൽ മാറ്റുകയും ചെയ്തു. ആദ്യ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ടും രാജകുടുംബത്തിന് വേണ്ടി മാത്രമായിരുന്നു നെയ്ത്ത്. 100% സ്വാഭാവിക കോട്ടൺ ഉപയോഗിച്ച് കൈകൊണ്ട് നെയ്യുന്നു. പൊൻകര അഥവാ കസവ്, സ്വർണ്ണ നിറത്തിലുള്ള അരിക്കുകൾ കൈത്തറിയുടെ മുഖമുദ്രയാണ്. വളരെ ലഘുവായതിനാൽ ധരിക്കാൻ സുഖകരം, ചൂടുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യം. നിറങ്ങളിൽ കൂടുതലായും വെളുപ്പ്, ഓഫ് വൈറ്റ് നിറങ്ങളിൽ കാണപ്പെടുന്നു. കൈത്തറിയുടെ നിർമ്മാണ രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂല് തയ്യാറാക്കലാണ് ആദ്യത്തെ ഘട്ടം. ശുദ്ധമായ കോട്ടൺ നൂൽ കഴുകി വെയിലത്ത് ഉണക്കുന്നു. പിന്നെ നെയ്ത്താണ്. പരമ്പരാഗത ചെറുകുടം, ചരക്കുടം, പിറ്റ്ലൂം എന്ന് പറയും, ഉപയോഗിച്ച് കൈ കൊണ്ട് നെയ്യുന്നു. പൊൻകര ചേർക്കലാണ് കൈത്തറിയുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. കൈത്തറിയുടെ അരികിൽ സൂക്ഷ്മമായി പൊൻനിറം ചേർക്കുന്നു. പഴയ കാലത്ത് ശുദ്ധമായ സ്വർണ്ണപ്പൊടി പോലും ഉപയോഗിച്ചിരുന്നു. അവസാന തുന്നൽ, തയ്യൽ പൂർത്തിയാക്കി വസ്ത്രം അയണിങ് ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നു. ഇന്നും കൈത്തറി അഥവാ ബാലരാമപുരം കൈത്തറി ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് നേടിയിട്ടുള്ളതിനാൽ ലോകമെമ്പാടും പ്രചാരം നേടുന്നു. ഇത് വെറും വസ്ത്രം മാത്രമല്ല, ഒരു പാരമ്പര്യത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ചരിത്രം കൂടിയാണ്. ബാലരാമപുരം കൈത്തറി കേരളത്തിൻ്റെ അഭിമാനമാണ്. പരമ്പരാഗതമായി കൈകൊണ്ട് നെയ്ത് തയ്യാറാക്കുന്ന ഈ വസ്ത്രങ്ങൾ അതിൻ്റെ മൃദുത്വം, ദീർഘായുസ്, മനോഹരമായ സ്വർണ്ണപ്പുറങ്ങളാൽ പ്രശസ്തമാണ്. നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ കല കേരളത്തിൻ്റെ സംസ്കാരത്തെയും കൈത്തറി തൊഴിലാളികളുടെ സമർപ്പണത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഞാൻ ഏകദേശം 2-3 കടകൾ കയറി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ചെറിയ ചെറിയ അവിടുത്തെ ഉള്ള വീടുകൾക്കകത്ത് പോലും വിപണിയിലുണ്ട്. നമുക്ക് ഒരേപോലത്തെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ കയറി കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മതിയാവുമോ എന്ന് എനിക്കറിയത്തില്ല. ഏതെടുക്കണം, മൊത്തം കൂടെ എടുത്തിട്ട് നമുക്ക് പോരാനായിട്ട് തോന്നും. അത്രമാത്രം കളക്ഷൻസ് ഉണ്ട്. ഇത് നോക്കിയെടുക്കണമെങ്കിൽ തന്നെ നമുക്ക് മിനിമം ഒരു 5 ദിവസമെങ്കിലും വേണ്ടി വരും. കാരണം അത്രയധികം വസ്ത്രങ്ങൾ അതിനകത്തുണ്ട്. ഇതിനകത്തുനിന്ന് എങ്ങനെ നമുക്ക് ഇത് ഒരെണ്ണം എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും? ചിലർക്ക് ഇപ്പോഴും നമുക്ക് ആ പഴയ സ്റ്റൈലൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടല്ലോ, പുതിയ ട്രെൻഡുണ്ട്. ഏത് പ്രായത്തിലുള്ള ആൾക്കാർ ചെന്നാലും അവർക്കുള്ള കളക്ഷൻസ് അവിടെ റെഡിയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഓണത്തിൻ്റെ സമയമായല്ലോ, അപ്പോൾ കൈത്തറിക്ക് അത്യാവശ്യം നല്ല തിരക്കാണ്. ഇപ്പോൾ ഒരേപോലത്തെ യൂണിഫോം സാരീസൊക്കെ എടുക്കുന്നവരൊക്കെ ഇല്ലേ. പിന്നെ ചെറുകിട കച്ചവടക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എടുത്ത് നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ ഈ സാധനങ്ങൾ കിട്ടും. എടുത്ത് വെച്ച് ഷോപ്പിലോ വീട്ടിലോ ഒക്കെ കൊണ്ടുവരുന്നിട്ട് വിൽക്കാനും പറ്റും. അപ്പോൾ ഒരു ദിവസം മെനക്കെട്ട് വന്ന് നോക്കിയെടുക്കാൻ തന്നെ അത്യാവശ്യം നല്ല സമയം വേണം. ഞാൻ പോയത് എനിക്ക് സെറ്റ് മുണ്ട് മേടിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് പോയത്. കാര്യം ഞാൻ സെറ്റ് സാരി ഒരുപാട് എടുത്തിട്ടുണ്ട്, സെറ്റ് മുണ്ട് ഞാൻ ഇന്ന് വരെ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും നമുക്ക് സെറ്റ് മുണ്ട് എടുക്കാമെന്നുള്ള ആഗ്രഹത്തിലാണ് പോയത്. പക്ഷേ അത് നടന്നില്ല. ഞാൻ കുറേ സെറ്റ് മുണ്ടൊക്കെ നോക്കി വന്നപ്പോൾ ഒരു സാരി എൻ്റെ കണ്ണിലുടക്കി. ഞാൻ പിന്നെ അത് മേടിച്ചുകൊണ്ട് പോകുന്നേ. ഇത് ഒരുപാട് കളക്ഷൻസ് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയത്തില്ല. റോസ് ഗോൾഡ് ഉണ്ട്, ടിഷ്യൂ ഉണ്ട്, കോട്ടൺ ഉണ്ട്, പുളിയിലക്കരയുണ്ട്, അതേപോലെ തന്നെ അല്ലാത്ത കളർ പാറ്റേണിൽ വരുന്ന കോപ്പർ ഡിസൈൻസൊക്കെ വരുന്ന സെറ്റ് മുണ്ടും സാരിയൊക്കെ ഉണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇത് വീടിനകത്തുനിന്ന് അങ്ങനെ പോകുമ്പോഴത്തേക്കിനും ഓരോരോ മുറികൾ പോലെയാണ്. അതിനകത്ത് ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്, തറയിൽ കൂടി ഇട്ടേക്കുന്നു. അവർക്ക് എടുത്തു തരാൻ ശരിക്കും പറഞ്ഞാൽ സമയമില്ല. കാര്യം അത്ര തിരക്കാണ്. നമ്മൾ വിചാരിക്കും ഓണം ആവുന്നല്ലേ ഉള്ളൂന്ന്, പക്ഷേ ഇവിടെ ഓണം ശരിക്കും കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് ഒക്കെ തീരാറായിട്ടുണ്ട്. അതായത് ഒരുപാട് ആളുകൾ വന്ന് വാങ്ങിച്ച് തീർന്നു. കടയിലൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഓണത്തിൻ്റെ പർച്ചേസ് ഒരു 1.5 മാസം മുന്നേ തുടങ്ങി ഇവർക്ക് നിന്ന് തിരിയാനായിട്ടുള്ള സമയമില്ലായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ കുറേ സെറ്റ് മുണ്ടൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ട് നോക്കി കൺഫ്യൂഷനാണല്ലോ ഏതെടുക്കണം എന്നുള്ളത്. അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ നോക്കി. എനിക്ക് ഓഫീസിലെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ നോക്കി ഏതാണ്ട് ഒരെണ്ണം ഞാൻ ലാസ്റ്റ് എടുത്തിട്ട് അന്ന് ഇതെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ ഫിക്സ് ചെയ്ത്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 500 രൂപ തൊട്ടൊക്കെ ഉണ്ട്. നമ്മളെടുത്ത് അത്യാവശ്യം സെലക്ട് ചെയ്ത് സെറ്റ് മുണ്ടിനൊക്കെ ഏകദേശം 500, 600 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ തുടങ്ങി നല്ല കൂടിയതും ഉണ്ട്. നമുക്ക് എങ്ങനെ വേണോ പ്രൈസ് റേഞ്ച് അതനുസരിച്ചിട്ട് അവരെടുത്ത് തരേ. ഇതാണ് ഞാൻ ഏകദേശം ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊരു സെറ്റ് മുണ്ട്. എന്നാൽ പിന്നെ ഇതെടുക്കാമെന്ന് വിചാരിച്ച് ഇതെടുത്തിട്ട് ഈ റൂമിൻ്റെ അപ്പുറത്ത് വേറൊരു റൂമുണ്ടായിരുന്നേ, അവിടേക്ക് പോയി ചുമ്മാ റോസ് ഗോൾഡിൻ്റെ സാരി നോക്കാൻ വേണ്ടിയിട്ട്. നോക്കി ചെന്നപ്പോൾ അവിടെ കിടക്കുന്ന വേറൊരു സാരി, അതെങ്ങനെ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അതൊക്കെ എടുത്തേ. സെറ്റ് മുണ്ടും അങ്ങനെ ഒഴിവാക്കി. അവിടെ ചെറിയ കമ്മലൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഇത് തെരുവാണ്, ബാലരാമപുരം തെരുവിനകമാണ്. പിന്നെ അവിടെ നമ്മൾ ചിത്രയിലൊന്ന് പോയി. ചിത്രയിൽ പോയിട്ട് നമ്മൾ ഇനി ട്രെൻഡ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ്. അത്യാവശ്യം നല്ല വെയിലുള്ള സമയത്താണ് പോയത്. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്ന് നമ്മൾ സ്ഥിരമായിട്ട് കുലുക്കി കുടിക്കുന്ന ഒരു കുലുക്കപ്പൂപ്പനുണ്ട് വഴിമുക്കിൽ. അവിടെ വന്നു. നമ്മൾ 2 കുലുക്കിയൊക്കെ കുടിച്ചു. അവിടെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. അടിപൊളി കുലുക്കിയാണ്. ഒരു കുലുക്കി സർബത്തിന് എനിക്ക് തോന്നുന്നു 20 രൂപയേ ഉള്ളൂ. പിന്നെ അവിടെ മറ്റേ താറാമുട്ട പുഴുങ്ങിയതുണ്ട്. ചെറിയ സ്നാക്സൊക്കെ അവിടെ.
അപ്പോൾ വഴിമുക്ക് ആ ഭാഗത്തോടൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കുലുക്കി സർബത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരുപാട് വെറൈറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള. നമ്മൾ നല്ല ചൂടത്തൊക്കെ വരുമ്പോഴത്തേക്കിനും അടുത്ത ക്ലൈമറ്റ് അറിയാമല്ലോ, അത്യാവശ്യം നല്ല ചൂടാണ്. അപ്പം നല്ലൊരു തണുത്ത സർബത്തൊക്കെ കുടിക്കുമ്പോഴത്തേക്കിനും നമുക്കൊരാശ്വാസമാണല്ലോ. അങ്ങനെ നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഓറഞ്ചും പിന്നെ ഒരു ഗ്രേപ്പും ആയിരുന്നേ. ഇതിനകത്ത് എരിവൊക്കെ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് അവർ ഇട്ട് തരും കേട്ടോ. അങ്ങനെ നല്ല തണുത്ത കുലുക്കി സർബത്തൊക്കെ കുടിച്ച് നമ്മൾ വീട്ടിലെത്തി. ഞാൻ മേടിച്ച സാരി കണ്ടേ, ഇതാണ് ഞാൻ നോക്കി പോയപ്പോൾ എൻ്റെ കണ്ണിലുടക്കിയ സാരി. ടിഷ്യൂ ആണ്. ടിഷ്യൂവിൻ്റെ ബോർഡർ ഇങ്ങനെ ആ ഒരു ബ്ലൂ കളറിലെ ബോർഡർ ഇല്ലേ, ഇത് എൻ്റെ പോർഷനിൽ വരുന്നുണ്ട്. ഇതിന് കൂടുതൽ വിത്ത് ബ്ലൗസും കൂടെ ഉള്ളതാണ്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തില്ല, കാര്യം എൻ്റെ ഈ ഒരു നീലയും പിന്നെ ഒരു ബ്രൊക്കേഡിൻ്റെ ഇങ്ങനത്തെ ഷെയ്ഡ് വരുന്ന ഒരു ബ്ലൗസ് ഉണ്ട്. അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്തുനിന്ന് ബ്ലൗസ് പീസ് കട്ട് ചെയ്യാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പ്ലീറ്റ്സ് കിട്ടുമല്ലോ. അപ്പോൾ ആ ഉദ്ദേശത്തിൽ ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തില്ല. പൊതുവേ എനിക്ക് സാരിയുടെ സെയിം ഷെയ്ഡിൽ വരുന്ന ബ്ലൗസസ് യൂസ് ചെയ്യാനായിട്ട് പൊതുവേ ഇഷ്ടമില്ല. ഇതിങ്ങനെ ടിഷ്യൂ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നേ, നല്ലൊരു പാറ്റേൺ, ഒരു വെറൈറ്റി എനിക്ക് തോന്നി. അപ്പോൾ പറ്റുന്നവരൊക്കെ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.